ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. എന്നാൽ വിലകൂടിയ ഷാമ്പുവോ കണ്ടീഷണറോ ഉപയോഗിച്ച് നമുക്കൊരിക്കലും മുടി കൊഴിച്ചിലിനെ തടയാൻ കഴിയില്ല. കാരണം മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ പലതാണ്. ഭക്ഷണത്തിലെ പ്രോട്ടീൻ്റെ കുറവ്, പിന്നെ നമ്മുടെ കേശ സംരക്ഷണ രീതിയിലെ പ്രശ്നങ്ങൾ, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, ഇതൊക്കെ അതിൽ പെടുന്നവയാണ്. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ. ഇന്ന് നമുക്ക് പലതരത്തിലുള്ള ബ്രാൻഡുകളുടെ ഹെയർ ഓയിൽ കിട്ടും. പക്ഷേ നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ സമൃദ്ധമായ മുടി വളരാനുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. നെല്ലിക്ക ചതച്ച് കുരു മാറ്റി അരച്ചെടുക്കണമെന്നത് കുറച്ച് പാടുള്ള പണിയാണെന്ന് ഞാൻ പറഞ്ഞത് കേട്ട് എന്നെ സഹായിക്കാൻ ഓടി വന്നതാണ് നിക്കി. എന്നും അച്ചാമ്മ അടുക്കളയിൽ സഹായിക്കുന്നത് കൊണ്ട് ഇതൊന്നും നിക്കിക്കൊരു പണികളേ അല്ല. ജോലിക്കിടയിൽ കുറച്ച് നെല്ലിക്ക നിക്കി കഴിക്കുന്നുമുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെ അമ്മാമ്മയാണ് എണ്ണ കാച്ചിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മാമ്മ പറഞ്ഞു തന്ന രീതി അനുസരിച്ചിട്ടാണ് ഞാൻ എണ്ണ കാച്ചുന്നത്. ആ ചേരുവകളൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചേരുവകളുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ കറിവേപ്പില പിച്ചിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് നെല്ലിക്കയുടെ അടുത്തുനിന്ന് ഓടി വരുന്നത്. കറിവേപ്പില അങ്ങനെ അല്ല അമ്മയെ പിച്ചേണ്ടതെന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കറിവേപ്പിലയുടെ തലയോടെ ഒടിച്ചെടുക്കണം, എങ്കിലേ കൂടുതൽ മുള പൊട്ടി കറിവേപ്പില നന്നായിട്ട് വളരുള്ളൂ. പിന്നെ നാരങ്ങയും കൂടെ പിച്ചി തന്നിട്ട് എനിക്ക് വീണ്ടും നെല്ലിക്ക ചതക്കൽ യജ്ഞത്തിലേക്ക് തിരിച്ചുപോയി. ഇനി അടുത്തതായിട്ട് ഈ ചേരുവകളെല്ലാം നമ്മൾ അരച്ച് വെക്കണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നെല്ലിക്കയും കൊച്ചുള്ളിയും നാരങ്ങയും കറ്റാർപ്പോളയും കൂടെ ഞാൻ മിക്സിയിലിട്ട് ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ശേഷം നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ഇലകളും പൂക്കളും എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുക. ഇനി അത് നമുക്കൊന്നുകിൽ അരച്ച് ചേർക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ ഞെട്ടുകളൊക്കെ മാറ്റിയിട്ട് ഇലകളും പൂക്കളും മാത്രമായിട്ട് ഈ എണ്ണയിലോട്ട് നമുക്ക് ഇടുകയും ചെയ്യാം. അരച്ച് ചേർത്താൽ നമുക്ക് അവസാനം പിഴിഞ്ഞെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും, പക്ഷെ അതൊരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാനിത് ഡയറക്റ്റായിട്ട് ഇടുകയാണ് ചെയ്തത്. ഒരുക്കി വെച്ച അടുപ്പിലേക്ക് നമ്മൾ പതുക്കെ ഓട്ടുരുളി വെക്കുക. അത് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആവണക്കെണ്ണ കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. പിന്നെ ഒരു പിടി ഉലുവയും ഒരു പിടി കരിഞ്ജീരകവും ചേർക്കുക. കരിഞ്ജീരകം എൻ്റെ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച നെല്ലിക്കയുടെ മിശ്രിതം ഇതിൽ ചേർക്കണം. കുറച്ച് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് തിള വരുമ്പോൾ നമ്മൾ ഇലകളും പൂക്കളും അടങ്ങിയ ആ മിക്സ് അങ്ങോട്ട് ചേർക്കണം. കാണുമ്പോൾ നമുക്ക് ഇല കൂടുതൽ എണ്ണ കുറവും പോലെ തോന്നും, പക്ഷെ അത് സാരമില്ല. നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇലയൊക്കെ വെന്ത് കഴിയുമ്പോഴേക്കും അതങ്ങ് അതിൽ ചേർന്നോളും. അതിൻ്റെ എല്ലാ സത്തുക്കളും അതിൽ ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന പോലെ ചെറുതായിട്ട് തിള വരും. അങ്ങനെ തിള വരുമ്പോൾ കുറച്ച് നേരം നമുക്ക് ഒരു ഇല വെച്ചിട്ട് അല്ലെങ്കിൽ മൂടി വെച്ചോ അടച്ച് വെച്ച് വേവിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം. തിളകൾ വന്നതിന് ശേഷം നന്നായിട്ട് പതയാൻ തുടങ്ങും. ആ പത കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം നമ്മൾ ഇളക്കി കഴിഞ്ഞ് നമുക്ക് നല്ല മണം വരും. മണം നമുക്ക് ആദ്യം തൊട്ടേ വരും, എന്നാലും പത വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് എണ്ണ മൂത്തോ ഇല്ലയെന്നറിയാൻ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ അരി കുറച്ച് ഇടുക, അപ്പോൾ അത് പൊരിയായിട്ട് വരും. അതല്ലെങ്കിൽ ജീരകം ഇട്ടാൽ മതി. ജീരകം ഇടുമ്പോഴത്തേക്കും അത് നല്ലതായിട്ട് പൊങ്ങി വരും. അതാണ് അതിൻ്റെ പാകം. ശേഷം കനലൊക്കെ കെടുത്തി അത് ചൂടാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് തണുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു ക്ലീൻ ടവലിൽ അത് അരിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഒരു സമയമായപ്പോഴേക്കും അംഗൻവാടി പോയ എൻ്റെ സഹായി തിരിച്ചെത്തി. ബാക്കി പണികളിലെല്ലാം എന്നെ സഹായിക്കാനായി വീണ്ടും പുള്ളിക്കാരി ചാർജ് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ അവളുടെ കണ്ണ് വെട്ടിച്ചാണ് ഞാൻ എങ്ങനെയെങ്കിലും അതൊരു കുപ്പിയിലോട്ട് അരിച്ചൊഴിച്ചത്. അങ്ങനെ നമ്മുടെ കാച്ചിയ എണ്ണ റെഡിയായി.